ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ പഞ്ചമിലേക്കാണ് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ. എൻ്റെ പേര് രേവതി, ചേട്ടൻ്റെ പേര് ഹസ്ബൻഡിൻ്റെ പേര് സിംസൺ. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്: എഡ്ന, എൽഡ, എഡ്വിൻ. ഞങ്ങൾ വീട്ടിലവരെ അമ്മു, അന്ന, അല്ലു അങ്ങനെയാട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഗോവയിൽ സെറ്റിൽഡാണ്. ഓൾഡ് ഗോവയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഒരു 10 വർഷമായിട്ട് നമ്മളിപ്പം ഇവിടെ ഗോവയിലാണ്. ചേട്ടൻ്റെ വീട് തൃശ്ശൂർ, എൻ്റെ വീട് പത്തനംതിട്ട കവിയൂരാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫാമിലിയെ പറ്റിയുള്ളൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഒരു വീഡിയോയിൽ ഞാൻ ഫാമിലിയെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ദേശീയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചിമിലേക്ക്, അതായത് പനാജിയിലേക്കാണ് പോകുന്നത്. ഓൾഡ് ഗോവയിൽ നമുക്കൊരു 12-13 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് പഞ്ചിമിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മലയാളി സ്റ്റോറിലേക്ക് പോകാം. അപ്പോൾ നാട്ടിൽ നിന്ന് ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് മക്കളുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മലയാളി സ്റ്റോറിലെത്തി. മലയാളി സ്റ്റോർ നമ്മളുടെ പഞ്ചിം ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ നിന്ന് കേട്ടോ നമ്മൾ കപ്പ, ചേന, ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നല്ല ഉണ്ണിയപ്പം കിട്ടും, അച്ചപ്പം കിട്ടും. ഇതൊന്നും ഇവിടെ ഗോവയിലെ എല്ലാ കടകളിലൊന്നും കിട്ടില്ലേ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇവിടെ പഞ്ചിൽ മലയാളി സ്റ്റോറിലാണ് വരുന്നത്. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് കപ്പ, പിന്നെന്താ ചേമ്പ്, ചേന, വെള്ളരിക്ക, അതുപോലെ മത്തങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങി. പിന്നെ നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാഗും നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് കേട്ടോ വാങ്ങിയത്. ഈ കാണുന്നതാണ് നമ്മളുടെ മലയാളി സ്റ്റോർ, കണ്ടില്ലേ, കേരള സ്റ്റോർ എന്ന് എഴുതിയേക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിയത്. ചെറിയൊരു കടയാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് കാടമുട്ട, താറാമുട്ട, പടവലങ്ങ, ചെറിയുള്ളി എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെരുപ്പുകളും ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. നോക്കിയപ്പം നല്ല ബാഗായിരുന്നു കൊണ്ടാട്ടോ എടുത്തത്. പിന്നെ ചെരുപ്പ് നോക്കിയിട്ട് നമുക്ക് സൈസ് കിട്ടിയില്ല. അപ്പോൾ അവിടെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി. ചേട്ടൻ സാധനങ്ങളൊക്കെ കൊണ്ട് കാറിൽ വെച്ചിട്ട് വന്നു കേട്ടോ. 2 ദിവസം നല്ല മഴയായിരുന്നു, അല്ല ഇത്രയും ദിവസം നല്ല മഴയായിരുന്നെങ്കിലും 2 ദിവസം മഴ ഇല്ലാണ്ടിരുന്നപ്പോൾ ഭയങ്കര ചൂടാട്ടോ. ഇപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയ ഒരു കടയുണ്ട്. അവിടെ കയറി കുറച്ച് പേനയോ ഫെവിക്കോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞു. അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പഞ്ചി മാർക്കറ്റിനുള്ളിലേക്കാണ് പോകുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് വേണം ചെരുപ്പ് വാങ്ങണം, ടിഫിൻ ബോക്സ് വാങ്ങണം, പിന്നെ റിബണ്, ടിക് ടാക് സ്ലൈഡുകൾ, പിന്നെന്താ തലയിലിടാനായിട്ട് ചെറിയ ഹെയർ ടൈ, പിന്നെന്താണ്, പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറേ അല്ലറ ചില്ലറ വാട്ടർ ബോട്ടിൽ, കമ്പാസ്, ബോക്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ പഞ്ചിമിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് സൂം ചെയ്യാൻ നോക്കിയിട്ടും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ഫുള്ള് കെസിനോസാണ് ഇവിടെ. അപ്പോൾ അതൊന്ന് കുറേ അധികം കപ്പലുകൾ, ഷിപ്പുകൾ ഇത് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല രസമാണ് നമുക്കിവിടെ. ഇപ്പം നമുക്ക് സീസണായിരുന്നല്ലോ ഇവിടെ, പക്ഷെ മഴ കാരണം ഇത്തവണത്തെ സീസണൊക്കെ വെള്ളത്തിലായി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി വന്നു. ചേട്ടനവിടെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചെറിയൊരു സ്പേസ് ഉണ്ടായി. അപ്പോൾ നമ്മളവിടെ പാർക്ക് ചെയ്യാനായിട്ട് കയറി. അപ്പം അല്ലൂസ് ക്യാമറ കണ്ടാൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അല്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നത്. ഇനി നമുക്കിത് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാം കേട്ടോ. ഇതാണ് പഞ്ചിം മാർക്കറ്റ്. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. തുണികളുണ്ട്, ബാഗ്, ചെരുപ്പ് ഒക്കെ. നമ്മൾ പിന്നെ ബാർഗെയിൻ ചെയ്ത് വാങ്ങണം. അവർ നല്ല റേറ്റ് ആദ്യമൊക്കെ കയറ്റി പറയും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം. അപ്പോൾ നമുക്കവർ കുറച്ച് തരും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെരുപ്പ് വാങ്ങാനായിട്ട് പോകാമേ. പോപ്പോ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് അവിടെ ഒരു ടോയ് ഷോപ്പ് കണ്ടു. അപ്പോൾ പോപ്പോ എന്ന് പറഞ്ഞിട്ട് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചാട്ടോ കണ്ടത്. ഇതായിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ചെരുപ്പ് വാങ്ങാനായിട്ട് വന്നു. അവിടെ ചെരുപ്പ് ചേച്ചിമാർക്ക് 2 പേർക്ക് നോക്കുന്നത് കണ്ടപ്പോഴത്തേക്കിന് അല്ലൂസിനും വാശിയായി. എനിക്കും ചെരുപ്പ് വേണം, ഷൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായി. പിന്നെ അവനും ഒരു ചെറിയ ഷൂ മേടിച്ചു കൊടുത്ത്. ഇനി നമ്മൾ നേരെ ഒരു 99 ഷോപ്പിലേക്കാട്ടോ വന്നത്. അവിടെ എന്ത് സാധനം എടുത്താലും നമുക്ക് 99 റുപ്പീസിന് കിട്ടും. നല്ല ഗ്ലാസ് ബൗളുകൾ, പിന്നെ അതുപോലെ തന്നെ കപ്പ്, പിന്നെ പ്ലേറ്റുകൾ, ഇതൊക്കെ എല്ലാം 99 റുപ്പീസാട്ടോ. ബൗളിനും പ്ലേറ്റിനും ഒക്കെ
നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ 1-2 സാധനങ്ങൾ എടുത്തു. അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് വാട്ടർ ബോട്ടിലും ബോക്സും ഒക്കെ അവിടുന്ന് വാങ്ങി. അപ്പം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തെങ്കിലും വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച്, ഇതൊരു മലയാളി ഹോട്ടലാണ്, അവിടെ തന്നെ മാർക്കറ്റിനുള്ളിൽ തന്നെ ഉള്ളതാണ്. നമ്മളവിടെ കയറി 3 ഷേക്ക് പറഞ്ഞു. ഒരു ചിക്കു ഷേക്ക്, ഒരു മാംഗോ ഷേക്ക്, ഒരു സ്ട്രോബെറി ഷേക്ക്, 3 കൂടി എല്ലാവരും മാറി മാറി ടേസ്റ്റ് നോക്കി എല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടാണ് വന്നതെങ്കിലും ഇവിടെ വന്നപ്പം പൊറോട്ട മേടിക്കാതെ എങ്ങനെ പോകാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് പൊറോട്ടയും ചില്ലി ചിക്കനും വാങ്ങി. പിന്നെ അമ്മൂസിന് പൊറോട്ടയേക്കാളും ഇഷ്ടം ബിരിയാണി ആയതുകൊണ്ട് ഒരു ചിക്കൻ ബിരിയാണിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ചെറിയ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചെറിയ ചെറിയ വീഡിയോസ് ഇട്ട് കൊടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളെങ്കിലും കമൻറ്റുകളൊക്കെ വന്നു തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അത് കണ്ടപ്പം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേഗം കാണാം. ഇനി ഞാൻ പഞ്ചമിലേക്ക് പോകുമ്പോഴേക്ക് പഞ്ചമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.